കണ്ണൂർ പേരാവൂരിൽ കെ ശൈലജ തന്നെ CPIM സ്ഥാനാർത്ഥി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും, കോഴിക്കോട് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മത്സരിക്കും. ഉടുമ്പൻചോലയിൽ MM മണിക്ക് സീറ്റില്ല. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുക്കം ലഭ്യമാകുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചിത്രം എങ്ങനെയാണ്? സുഹൈൽ, സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗം സമാപിക്കുമ്പോൾ പുറത്തുവരുന്ന വിവരമാണിത്. പേരാവൂർ മണ്ഡലത്തിൽ KK ശൈലജയായിരിക്കും CPIMന്റെ സ്ഥാനാർത്ഥി. നേരത്തെ അത്തരം നിർദ്ദേശങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്നിരുന്നു. അതനുസരിച്ച് KK ശൈലജ തന്നെയായിരിക്കും പേരാവൂരിൽ മത്സരിക്കുക. തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടെങ്കിലും ആ വിവാദങ്ങളും വിമർശനങ്ങളും അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സെക്രട്ടറി തീരുമാനം. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയായിരിക്കും CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. തലശ്ശേരിയിൽ കാരായി രാജന്റെ പേരിന് മാറ്റമില്ല. കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന പേര് കാരായി രാജന്റെയാണ്. എന്നാൽ തളിപ്പറമ്പിലെയും തലശ്ശേരിയിലെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പാർട്ടിക്കകത്ത് വിമർശനങ്ങളും എതിർപ്പുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഘടകങ്ങളിലേക്കും മണ്ഡലം കമ്മിറ്റികളിലേക്കും പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയരുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ തന്നെയായിരിക്കും CPIMന്റെ സ്ഥാനാർത്ഥി. മുതിർന്ന നേതാവായ MM മണിക്ക് ഇനി സീറ്റ് നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് CPIMന്റെ തീരുമാനം. ഈ തൃപ്പൂണിത്തുറ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല എന്നാണ് നേതാക്കൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വൈപ്പിന്റെയും കാര്യത്തിൽ വ്യക്തത വരായിരിക്കുന്നു. വീണ ജോർജ് അടക്കമുള്ള കാര്യങ്ങളുള്ള തീരുമാനം കൂടിയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നാളെ CPIMന്റെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സമിതിയും പട്ടിക വെക്കും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഈ ടേം വ്യവസ്ഥയിലടക്കം ഇളവുകൾ നൽകുമ്പോഴും KK ശൈലജ പേരാവൂരിലേക്ക് മാറ്റുന്നതിൽ കല്ലുകടി എന്ന വാർത്തകളടക്കം വരുന്നുണ്ട്. അതേപോലെ തന്നെ തളിപ്പറമ്പിൽ ശ്യാമളയെ പരിഗണിക്കുമ്പോൾ നേതൃത്വത്തിനിടയിൽ തന്നെ ഈ പറയുന്ന ഗ്രൗണ്ട് ലെവലിലൊക്കെ ചെറിയ രീതിയിൽ വിമർശനം വരുന്ന വാർത്തകളും വരുന്നു. ഈ ഘട്ടത്തിൽ ഇതേ പട്ടികയുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തോന്നൽ നേതൃത്വത്തിൽ നിലവിലുണ്ടോ? സുഹൈല, പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ തളിപ്പറമ്പിലെയും മറ്റും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വത്തിലെ പ്രബല വിഭാഗം ഈ പട്ടികയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ എതിർപ്പുകളൊന്നും ഈ സംസ്ഥാന നേതൃതലത്തിലില്ല. എന്നാൽ CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിക്കുന്ന പട്ടിക ജില്ലാ കമ്മിറ്റിയിലും ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികളിലും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഇനി എന്തെങ്കിലും എതിർപ്പുകൾ വരുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും സാധാരണ മേൽക്കമ്മിറ്റി തീരുമാനങ്ങൾ അത്തരത്തിൽ തിരുത്തുക പ്രയാസമാണ്, തിരുത്താറില്ല. അത്യപൂർവ സാഹചര്യങ്ങൾ മാത്രമേ അത്തരത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും മറ്റും അംഗീകരിച്ച പട്ടികയിൽ മാറ്റം വരാറുള്ളൂ. അതിൽ VS അച്യുതാനന്ദൻ പോലുള്ള കാര്യത്തിലാണ് അത്തരത്തിൽ മുൻപ് മാറ്റം വന്നിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും 3 ലെവൽ സ്ക്രൂട്ടറി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചിത്രം വ്യക്തമായി വരുന്നത്. പേരാവൂർ ശൈലജ തന്നെ MM മണിക്ക് സീറ്റില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ് വരുന്നത്. 8-ാം തീയതിയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.